മംഗളൂരു കൊച്ചുവേളി അന്ത്യോദയ എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചുകൾ പകുതിയായി വെട്ടിക്കുറച്ചതോടെ ദുരിതത്തിലായി കാസർഗോട്ടെ യാത്രക്കാർ. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെയും റിസർവേഷൻ കിട്ടാതെയും തെക്കൻ ജില്ലകളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഏറെ ഉപകാരമാകുന്ന ട്രെയിനാണിത്. കോച്ചുകൾ കുറച്ചതോടെ ട്രെയിനിൽ കാസർഗോഡ് നിന്ന് തന്നെ യാത്രക്കാർ നിറഞ്ഞു കവിയുന്ന അവസ്ഥയാണിപ്പോൾ. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. വെള്ളി ഞായർ ദിവസങ്ങളിൽ മാംഗ്ലൂരുവിൽ നിന്ന് ആലപ്പുഴ വഴി കൊച്ചുവേളിയിലേക്കും വ്യാഴം ശനി ദിവസങ്ങളിൽ കൊച്ചുവേളിയിൽ നിന്ന് മാംഗ്ലൂരുവിലേക്കുമാണ് അന്ത്യോദയ എക്സ്പ്രസിന്റെ സർവീസ്. അടുത്തിടെയാണ് ഈ ട്രെയിനിന്റെ കോച്ചുകൾ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങിയത്. ആദ്യഘട്ടങ്ങളിൽ 16ലേറെ കോച്ചുകൾ ഉണ്ടായിരുന്ന ട്രെയിനിൽ കഴിഞ്ഞ ദിവസം രാത്രി കൊച്ചുവേളിയിലേക്ക് സർവീസ് നടത്തവേ യാത്രക്കാർക്കായി ഉണ്ടായിരുന്നത് 8.5 കോച്ചുകൾ മാത്രമായിരുന്നു. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെയും റിസർവേഷൻ കിട്ടാതെയും തെക്കൻ ജില്ലകളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഏറെ ഉപകാരമാകുന്ന ട്രെയിനായിരുന്നു ഇത്. ഇപ്പോൾ കോച്ചുകൾ കുറച്ചതിനാൽ മാംഗ്ലൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനിൽ കാസർഗോഡ് നിന്ന് തന്നെ യാത്രക്കാർ നിറഞ്ഞു കവിയുകയാണ്. ട്രെയിനിൽ കയറാൻ പോലും സാധിക്കാത്ത അവസ്ഥയുമുണ്ട്. കാസർഗോഡ് വിട്ടാൽ കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ, തൃശൂർ, എറണാകുളം ജംഗ്ഷൻ, ആലപ്പുഴ, കൊല്ലം എന്നീ സ്റ്റോപ്പുകൾ മാത്രമാണ് ഈ ട്രെയിനിനുള്ളത്. ഇക്കാരണം കൂടിക്കൊണ്ടാണ് യാത്രക്കാർ ഈ ട്രെയിനിനെ കൂടുതൽ ആശ്രയിക്കുന്നത്. തിരുവനന്തപുരം RCC, മെഡിക്കൽ കോളേജ്, സെക്രട്ടേറിയറ്റ്, കൊല്ലം എന്നിവിടങ്ങളിൽ പോകുന്ന രോഗികളടക്കമുള്ള യാത്രക്കാർക്ക് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ ഇരുന്നു പോകാൻ പറ്റുന്ന ട്രെയിൻ കൂടിയാണിത്. ട്രെയിൻ മാംഗ്ലൂരുവിലേക്ക് വരുമ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് വിട്ട് കൊല്ലത്തെത്തുമ്പോഴേക്കും യാത്രക്കാർ നിറഞ്ഞു കവിയുകയാണ്. മാംഗ്ലൂരു, ഉടുപ്പി, സുള്ളിയ അടക്കമുള്ള കർണാടകയിലെ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഏറെ ആശ്രയിക്കുന്നത് ഈ ട്രെയിനിനെയാണ്. ട്രെയിനിന്റെ കോച്ചുകൾ വെട്ടിക്കുറച്ച പ്രശ്നത്തിൽ ജനപ്രതിനിധികൾ ഇടപെട്ട് കോച്ചുകൾ പുനഃസ്ഥാപിക്കുവാൻ നടപടിയുണ്ടാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.